വെൽക്കം ടു സിനിമോസഫി. ശങ്കറിന്റെ അന്യനും ലോകേഷ് കനകരാജിന്റെ കൈദിയും കാണാത്ത സിനിമാ പ്രേമികൾ വളരെ കുറവായിരിക്കും. ഏത് ജനറേഷനിലുള്ള ആളുകളാണെങ്കിലും ഈ രണ്ട് സിനിമകളും കണ്ടിരിക്കാനാണ് സാധ്യത. രാജമൗലിയൊക്കെ പാൻ ഇന്ത്യൻ സിനിമ പിടിക്കുന്നതിന് മുൻപ് ആ സ്വഭാവത്തിലുള്ള സിനിമ പിടിച്ച സംവിധായകനാണ് ശങ്കർ. അദ്ദേഹത്തിന്റെ അന്യനും ഇന്ത്യനും ഇന്ത്യ ഒട്ടാകെ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹം ഒരു ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ്. സമാനമാണ് ലോകേഷ് കനകരാജിന്റെ കാര്യവും. കൈദിയും വിക്രമും തമിഴിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ട്രെൻഡ് സെറ്റ് ആയിരുന്നു. കൈദിയിൽ ലോകേഷ് അവതരിപ്പിച്ച തോക്കുപയോഗിക്കാത്ത ഒരു മാസ് ആക്ഷൻ സിനിമയും അതിനുശേഷം ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാൽ ലാസ്റ്റ് വന്ന രണ്ട് സിനിമകളിലും ലോകേഷ് വിമർശിക്കപ്പെടുകയും ട്രോളപ്പെടുകയുമാണ് ഉണ്ടായത്. അത്രയും ഉന്നതിയിൽ നിന്ന ഈ രണ്ട് സംവിധായകരുടെയും പതനത്തിന് കാരണം ഒന്നു തന്നെയായിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. 2017 ലോകേഷ് കനകരാജിന്റെ ആദ്യ സിനിമയായ മാനഗരം പുറത്തിറങ്ങുന്നത്. അധികം സ്റ്റാർ വാല്യൂ ഇല്ലാത്തവരെ അണിനിരത്തിക്കൊണ്ടാണ് ലോകേഷ് മാനഗരം ചെയ്തത്. ആ സിനിമയിലെ താരം സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റാണ് മേക്കിങ്ങിനേക്കാൾ അന്ന് ചർച്ച ചെയ്യപ്പെട്ടത്. ആദ്യ സിനിമയോടെ തന്നെ ചെറിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ലോകേഷിനായി. 2019 ലോകേഷിന്റെ രണ്ടാമത്തെ സിനിമയായ കൈദി റിലീസാകുന്നത്. കാർത്തി നായകനാകുന്ന സിനിമ എന്ന് മാത്രമേ റിലീസ് വരെ ആളുകൾക്ക് കൈദിയെക്കുറിച്ചുള്ള വിവരമുണ്ടായിരുന്നു. വിജയിയെ നായകനാക്കി അറ്റ്ലി ഒരുക്കിയ ബിഗിലിന് ക്ലാഷ് വെച്ചാണ് കൈദി റിലീസായത്. അറ്റ്ലി വിജയ് കോംബോയൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. എന്നിട്ടും ബിഗിലിന് ക്ലാഷ് വെച്ചത് ലോകേഷിന്റെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിച്ചു. ആദ്യ ദിവസം വലിയ പ്രതികരണമുണ്ടായില്ല. എന്നാൽ ബിഗിലിന് ടിക്കറ്റ് കിട്ടാതെ പലരും കൈദിക്ക് കയറി. അങ്ങനെ കണ്ടവർക്കെല്ലാം പ്രതീക്ഷിക്കാതെ കിട്ടിയ സിനിമാനുഭവമായി മാറി കൈദി. അവർ അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം കയറിക്കൊളുത്തി. 25 കോടിക്കെടുത്ത പടം 105 കോടി തിയേറ്ററിൽ നിന്ന് വാരി. അങ്ങനെ കാർത്തിയുടെ ആദ്യ 100 കോടി ചിത്രമായി കൈദി മാറി. ലാലേട്ടൻ പോലും തൊട്ടു മുൻപത്തെ വർഷം ഇറങ്ങിയ പുലിമുരുകനിലാണ് 100 കോടി നേടിയത്. അങ്ങനെ രണ്ടാമത്തെ സിനിമയിലൂടെ ലോകേഷ് തമിഴ്നാട് മുഴുവൻ അറിയപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന സംവിധായകനായി മാറി. പിന്നീട് 2021 മാസ്റ്റർ, 2022 വിക്രം, ഈ രണ്ട് സിനിമകളും കൂടെ ഇറങ്ങിയതോടെ ലോകേഷ് വേറെ ലെവലിലേക്ക് മാറി. ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി ലോകേഷ് മാറി. ഒരു സൂപ്പർ സ്റ്റാർ വാങ്ങുന്ന അത്ര തന്നെ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ ഡയറക്ടറായി ലോകേഷ് മാറി. എന്നാൽ അടുത്ത സിനിമയായ ലിയോട് കൂടിയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. രജനികാന്ത് സിനിമ കൂലി ഫ്ലോപ്പ് ആയതോടെ എല്ലാവരും ലോകേഷിനെ ട്രോളാനും തുടങ്ങി. ലോകേഷ് എല്ലാം ഇപ്പോൾ ഒരു കോമഡിയായി മാറി. എന്താണ് ഇതിനൊക്കെ കാരണം? ലോകേഷ് നല്ലൊരു ഡയറക്ടറാണ്, പക്ഷേ നല്ലൊരു എഴുത്തുകാരനല്ല. ടൈറ്റിൽ കാർഡിൽ റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ലോകേഷ് കനകരാജ് എന്നൊക്കെ തന്നെയാണ് കാണിക്കാറുള്ളത്. പക്ഷേ അതൊരു കണ്ണിൽ പൊടിയിടലാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയും അദ്ദേഹം ഒറ്റയ്ക്ക് എഴുതിയതല്ല. ആദ്യത്തെ സിനിമയായ മാനഗരം എഴുതിയത് 3 പേർ ചേർന്നാണ്. ലോകേഷിനെ കൂടാതെ കാർത്തിക്, യോഗി, ചന്ദ്രു അൻപഴകൻ. രണ്ടാമത്തെ സിനിമയായ കൈദി എഴുതിയത് എഴുത്തുകാരനായ പൊൻപാർത്ഥിപനൊപ്പം ചേർന്നാണ്. കൈദിയുടെ സ്ക്രിപ്റ്റ് ഒരു മലയാളിയുടേതാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വഴിയെ പറയാം. മൂന്നാമത്തെ സിനിമയായ മാസ്റ്റർ എഴുതിയത് 3 പേർ ചേർന്നാണ്. പൊൻപാർത്ഥിപനെ കൂടാതെ സംവിധായകനായ രത്നകുമാറും ലോകേഷും ചേർന്നാണ് മാസ്റ്റർ എഴുതിയത്. വിക്രം എഴുതിയത് രത്നകുമാറും ലോകേഷും ചേർന്നാണ്. ലിയോ എഴുതിയത് ലോകേഷും രത്നകുമാറും ജിൽജങ് ജൂക്കിന്റെ ഡയറക്ടറായ ധീരജ് വൈദിയും ചേർന്നാണ്. കൂലി എഴുതിയത് മാനഗരത്തിലെ കോറൈറ്ററായിരുന്ന ചന്ദ്രു അൻപഴകനോടൊപ്പം ചേർന്നാണ്. ഇങ്ങനെ ലോകേഷിന്റെ എല്ലാ സിനിമകളും കോറൈറ്റിംഗ് പരിപാടിയാണ്. ഒറ്റ സിനിമ പോലും അദ്ദേഹം തനിച്ചെഴുതിയിട്ടില്ല. പക്ഷേ എല്ലാ സിനിമകളിലും ടൈറ്റിൽ കാർഡിൽ കൊടുക്കുക റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ലോകേഷ് കനകരാജ് എന്നാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലക്ക് ബിലോ ആവറേജിലും താഴെയാണ് ലോകേഷ് കനകരാജ്. അദ്ദേഹം ചെയ്ത സിനിമകളിൽ അദ്ദേഹം കഥ എഴുതിയത് 2 സിനിമകൾക്ക് മാത്രമാണ്. ഒന്ന് കൈദി, 2 കൂലി. കൂലി എന്ന സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ ആ കഥയാണ്. എത്ര നല്ല സ്ക്രിപ്റ്റ് റൈറ്റർമാരുണ്ടായാലും ആ കഥയെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. കൈദിയുടെ സ്ക്രിപ്റ്റ് മോഷണമാണെന്ന ആരോപണം ശരിയാണെന്ന് തോന്നുന്നത് ഇവിടെയാണ്. കൈദി പോലൊരു കഥ എഴുതിയാൽ കൂലി പോലെ ഒരു ബിലോ ആവറേജ് കഥ എഴുതുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതും തനിക്ക് തന്നെ സംവിധാനം ചെയ്യാൻ വേണ്ടി. നല്ല എഴുത്തുകാരില്ലാതെ പോയതാണ് ലോകേഷിന്റെ തകർച്ചയ്ക്ക് കാരണം. പിന്നെ അദ്ദേഹം 50 കോടിയിൽ നിന്ന് 75 കോടിയിലേക്ക് പ്രതിഫലം ഉയർത്തിയതും പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ബിലോ ആവറേജ് റൈറ്ററും എക്സ്ട്രാ ഓർഡിനറി ഡയറക്ടറുമാണ് ലോകേഷ് കനകരാജ്. നല്ലൊരു കോറൈറ്ററെ കിട്ടിയാൽ ലോകേഷ് ഇനിയും ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും ഉണ്ടാക്കും.
ഇതേ സംഗതി തന്നെയാണ് സംവിധായകൻ ശങ്കറിനും സംഭവിച്ചത്. തമിഴിലെ ഏറ്റവും വലിയ സംവിധായകനാണ് ശങ്കർ. തമിഴിലെ എന്നല്ല, ഒരു സമയത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകനായിരുന്നു അദ്ദേഹം. രാജമൗലിയൊക്കെ ബാഹുബലി ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള ബ്രഹ്മാണ്ഡ സിനിമകൾ എടുത്ത് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ പ്രതിഭയാണ് ശങ്കർ. അഭിനയമോഹവുമായാണ് ശങ്കർ സിനിമയിലേക്ക് എത്തുന്നത്. പഠന സമയത്തും ജോലി സമയത്തുമെല്ലാം നാടകങ്ങളിൽ സജീവമായിരുന്ന ശങ്കർ സ്വന്തമായി എഴുതിയ നാടകങ്ങളും സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ നാടകങ്ങളുമായി നടക്കുന്ന സമയത്താണ് ശങ്കറിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. ഒരിക്കൽ ശങ്കർ എഴുതി അവതരിപ്പിച്ച ഒരു നാടകം പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ എസ് എ ചന്ദ്രശേഖർ കാണാനിടയായി. എസ് എ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്കായി അദ്ദേഹമാണ് നടൻ വിജയുടെ അച്ഛൻ. അങ്ങനെ ആ നാടകം ഇഷ്ടപ്പെട്ട ചന്ദ്രശേഖർ തന്റെ സിനിമയിലേക്ക് എഴുത്തു സഹായിയായി ശങ്കറിനെ ക്ഷണിച്ചു. അഭിനയമോഹം തലക്ക് പിടിച്ച ശങ്കർ സിനിമയിലേക്കുള്ള എൻട്രി ആകുമെന്ന് കരുതി ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന് മുന്നേറാൻ കഴിഞ്ഞില്ല. ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. തനിക്ക് പറ്റിയ പണിയല്ല അഭിനയമെന്ന് പതിയെ പതിയെ ശങ്കർ തിരിച്ചറിഞ്ഞു. പിന്നീട് സംവിധായകനാകാനായിരുന്നു ശങ്കറിന്റെ ശ്രമം. ചന്ദ്രശേഖരന്റെ കീഴിൽ തന്നെ നിരവധി സിനിമകളിൽ അദ്ദേഹം അസിസ്റ്റന്റും അസോസിയേറ്റുമായൊക്കെ പ്രവർത്തിച്ചു. ഒഴിവു സമയങ്ങളിൽ നിരവധി കഥകളും അദ്ദേഹം എഴുതി. പലതും പൂർണ്ണ സ്ക്രിപ്റ്റുകളാക്കി നിർമ്മാതാക്കളെ തേടാൻ തുടങ്ങി. എന്നാൽ വിജയ ഫോർമുല ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകൾ പല നിർമ്മാതാക്കളും തള്ളി. അങ്ങനെയാണ് KT കുഞ്ഞുമോൻ എന്ന മലയാളി നിർമ്മാതാവിനെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. കുഞ്ഞുമോന് ശങ്കറിന്റെ കഥ ഇഷ്ടമായി. അദ്ദേഹം സിനിമ നിർമ്മിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു. പല നടന്മാരെയും വെച്ച് പ്ലാൻ ചെയ്ത് അവസാനം അർജുനെ നായകനാക്കി ശങ്കർ തന്റെ ആദ്യ സിനിമ ചെയ്തു. അതാണ് ജെന്റിൽമാൻ. സിനിമ തമിഴ്നാട്ടിൽ നിറഞ്ഞോടി. മാത്രമല്ല 4ഓളം സ്റ്റേറ്റ് അവാർഡുകളും സിനിമ വാരിക്കൂട്ടി. ശങ്കർ എന്ന ബ്രഹ്മാണ്ഡ സംവിധായകൻ അവിടെ പിറക്കുകയായിരുന്നു. പിന്നീട് ശങ്കറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സൂപ്പർ സ്റ്റാറുകൾ ശങ്കറുമായി പടം ചെയ്യാൻ അങ്ങോട്ട് സമീപിച്ചു തുടങ്ങി. 2010 ഇറങ്ങിയ എന്തിരൻ വരെ ശങ്കർ കുതിച്ചു പായുകയായിരുന്നു. എന്നാൽ എന്തിരനു ശേഷം ഇറങ്ങിയ പല സിനിമകളും സാമ്പത്തികമായി പരാജയപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു ശങ്കർ സിനിമ എന്ന വൗ ഫാക്ടർ ഇല്ലാത്ത സിനിമകളായി മാറി. പിന്നീട് അല്പമെങ്കിലും നല്ല സിനിമയായി പുറത്തു വന്നത് വിക്രം നായകനായ ഐ ആണ്. എവിടെയാണ് ശങ്കറിന് പിഴച്ചത്? ആദ്യ സിനിമ മുതൽ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. ലോകേഷിനെ പോലെ തന്നെ ശങ്കറിന്റെ സിനിമകൾ ശങ്കർ മാത്രമല്ല എഴുതാറുള്ളത്. ആദ്യ സിനിമയായ ജെന്റിൽമാനിൽ ശങ്കറിന്റെ കോറൈറ്ററായത് പ്രശസ്ത തമിഴ് സാഹിത്യകാരൻ ബാലമുരുകനാണ്. ഡയലോഗ് മാത്രമാണ് ക്രെഡിറ്റിൽ ഉള്ളത്. പക്ഷേ ഡയലോഗ് മാത്രമല്ല ബാലമുരുകന്റെ കോൺട്രിബ്യൂഷൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇന്ത്യൻ എന്ന സിനിമ മുതലാണ് പ്രശസ്ത എഴുത്തുകാരൻ സുജാത ശങ്കറിനോടൊപ്പം ചേരുന്നത്. പിന്നീട് എന്തിരൻ വരെയുള്ള എല്ലാ സിനിമകളിലും ശങ്കറിന്റെ കോറൈറ്റർ സുജാതയായിരുന്നു. എന്നാൽ 2008 സുജാത മരണപ്പെട്ടു. അതിനാൽ തന്നെ എന്തിരന് ശേഷം ഇറങ്ങിയ ശങ്കർ സിനിമകൾക്ക് ക്വാളിറ്റി നഷ്ടപ്പെടുകയും ചെയ്തു. കലാപരമായ ഘടകങ്ങളും കൊമേഴ്ഷ്യൽ ഘടകങ്ങളും ഒരുപോലെ മുന്നിട്ട് നിൽക്കുന്ന സിനിമകളായിരുന്നു ശങ്കർ സിനിമകൾ. അതുതന്നെയായിരുന്നു അദ്ദേഹത്തെ മറ്റു തമിഴ് സംവിധായകരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന ഘടകവും. എന്നാൽ സുജാതയുടെ മരണത്തോടെ മറ്റൊരു നല്ല കോറൈറ്ററെ കണ്ടെത്താൻ ശങ്കറിനായില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വളർച്ചയും ഈഗോയും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ അദ്ദേഹത്തിന് തടസ്സമായിട്ടുണ്ടാകും. എന്തിരൻ 2 വേണ്ടി കോറൈറ്ററായത് മലയാളം തമിഴ് സാഹിത്യകാരൻ ജയമോഹനാണ്. പക്ഷേ എന്തിരൻ 2 അമ്പെ പരാജയമായിരുന്നു. ഇന്ത്യൻ 2 കോറൈറ്ററായത് ജയമോഹൻ തന്നെയാണ്. പക്ഷേ ആ സിനിമ പരാജയപ്പെടുക മാത്രമല്ല ശങ്കറിനെ ഒരു ട്രോൾ മെറ്റീരിയലായി മാറ്റുകയും ചെയ്തു. സുജാത തന്നെയായിരുന്നു ശങ്കർ സിനിമകളുടെ നട്ടെല്ല്. സുജാതയെ പോലൊരു കോറൈറ്ററെ ഇനി ശങ്കറിന് കണ്ടെത്താൻ കഴിയുമോ എന്ന് സംശയമാണ്. മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വളർച്ചയും ഈഗോയും അതിന് തടസ്സമാകും. ശങ്കറിന്റെ തുടക്കകാലം മുതൽ കൂടെയുള്ള ആളായിരുന്നു സുജാത. തർക്കിക്കാനും തിരുത്താനും സ്വാതന്ത്ര്യമുള്ളയാൾ. ഇനി അതുപോലെ ഒരാൾ ശങ്കറിന്റെ ജീവിതത്തിൽ ഉണ്ടാകാനിടയില്ല. അതുകൊണ്ട് തന്നെ ശങ്കറിന് ഇനിയൊരു കംബാക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈഗോയും മറ്റും മാറ്റിവെച്ച് നല്ല എഴുത്തുകാരുമായി സഹകരിച്ചാൽ ലോകേഷിന് ഇനിയും തിരിച്ചുവരവ് സാധ്യമാണ്. ലോകേഷ് തിരിച്ചു വരികയും ചെയ്യും. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും ശങ്കർ ലോകേഷ് സിനിമകളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി, അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.